പ്രാർത്ഥന കേൾക്കണമേ. ഈ ലോകമാകെ സൃഷ്ടിച്ച ദേവാ പ്രാർത്ഥന കേൾക്കണമേ. എൻ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ. ഈശാ പ്രാർത്ഥന കേൾക്കണമേ. ഈ ലോകമാകെ സൃഷ്ടിച്ച ദേവാ പ്രാർത്ഥന കേൾക്കണമേ. എൻ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ. തന്നെ ഏതോ വിച്ചിടുമ്പോൾ തന്നെ ജാതി മതഭേദം ചൊല്ലിടുവാൻ ബോധമുള്ള ആത്മാവിൽ തോന്നുകില്ല. ജ്ഞാനസ്വരൂപനാകുന്ന ഗുരു തിരുവവതാരമായി വന്നു പ്രത്യക്ഷമായി നിന്ന് സ്ഥാപിച്ച് പുലർത്തുന്ന ഉന്നതമായ ആദർശമാണ് നമ്മുടെ ആത്മബോധോപദേശം. സൃഷ്ടി ഉത്ഭവ കാരണഭൂതനാകുന്ന ഗുരു യുഗായുഗന്തോറും അവതാരമെടുക്കുമെന്നും പല നാമങ്ങളിൽ അവതരിക്കുമെന്നും അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുമെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്, ഓരോരുത്തരും വായിക്കുന്നുണ്ട്. പക്ഷേ അവതാരമായി വന്നപ്പോൾ സ്വീകരിക്കാൻ വളരെ കുറവായിരുന്നു ആളുകൾ. കാരണം അവർ ഓരോരുത്തരും ചിന്തിച്ചു വെച്ചിരുന്നതും അവരുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും വെള്ളക്കുതിരയുടെ പുറത്ത് വാളുമേന്തി കട്ടി അവതരിക്കും. അതെങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ഒരാളിന് ഭൂമിയിലേക്ക് വരാൻ പറ്റുമോ? വെള്ളക്കുതിരയുടെ പുറത്ത് വാളുമായിട്ട് ഒരാളിന് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി ഇറങ്ങാൻ പറ്റുമോ? അതുപോലും പറ്റുന്ന കാര്യമല്ല. പക്ഷെ പുരാണങ്ങളിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്നതനുസരിച്ച് ചിന്തിച്ച് മനക്കോട്ട കെട്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. അതിന് സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്, മാതാപിതാക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ അതിന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയം അനുസരിച്ച് കാത്തിരുന്നു, കണ്ടില്ല. അനേകം കർമ്മങ്ങൾ നടത്തി കാത്തിരുന്നു, കണ്ടില്ല. യാഗങ്ങൾ നടത്തി കാത്തിരുന്നു, കണ്ടില്ല. പൂജകൾ നടത്തി കാത്തിരുന്നു, കണ്ടില്ല. തപസ്സനുഷ്ഠിച്ചു കാത്തിരുന്നു, കണ്ടില്ല. പക്ഷേ ഉടയവൻ ഉടലെടുത്ത് ഇഹലോകെ വാഴുന്നു. എന്തിനു വേണ്ടി? മധ്യകുലങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. അവന്റെ വാള് ജ്ഞാനായുധമാണ്, നിഷ്കളങ്ക ജ്ഞാനായുധമാണ്, ഖഡ്ഗായുധം. അതാണ് അവന്റെ ആയുധം. ആ ആയുധവുമേന്തി ശുഭാനന്ദ നാമത്തിൽ ഇഹപരലോകത്തിന്റെ ഉടമസ്ഥൻ വന്ന് പ്രത്യക്ഷമായി വാഴുന്ന വിവരം ആദ്യ തിരുവിടലിൽ വളരെ കുറച്ച് ആളുകളെ അറിഞ്ഞുള്ളൂ. തിരിച്ചു വന്ന് കുറെ കൂടി ആളുകളെ ബോധ്യപ്പെടുത്തി. ലോകാന്ത്യം വരെ വാഴാൻ തീരുമാനമെടുത്തത് തന്നെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ നിലനിർത്തുവാനുമാണ്. അപ്പോൾ അറിഞ്ഞവർ നിലനിൽക്കാനുള്ള നിയമ വഴികളിലൂടെ നിത്യവും ജീവിക്കണം. അറിയാത്തവരെ അറിയിക്കാനുള്ള കർമ്മം കൂടി ചെയ്യണം. എങ്കിലേ ആദർശ പ്രവർത്തനം നമ്മളിലൂടെ ഗുരു ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുകയുള്ളൂ. അതിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് നിയമം പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ
ആത്മബോധോദയ സംഘത്തിൽ മിക്കവാറും ആളുകളുടെ ധാരണ 3 ദിവസം വെള്ളി ശനി ഞായർ 3 ദിവസം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാമായി എന്നാണ് പലരുടെയും ധാരണ. 3 ദിവസം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുക, അപ്പോൾ എല്ലാമായി, പിന്നെ എന്ത് വേണമെങ്കിലും കാണിക്കാം. അങ്ങനെയല്ല. അടിയുറച്ച അറിവിൽ തന്നെ അനുസരിക്കുമ്പോൾ അനുഭവം മാറ്റമില്ലാതെ അകതാരിൽ കാണാം. അനുഭവമാണ് ഗുരു. ഗുരുവാണ് അനുഭവമാകേണ്ടത്. ആ അനുഭവ ജ്ഞാനം ആത്മാവിൽ രൂപപ്പെട്ടു വന്നെങ്കിൽ മാത്രമേ ഗുരുരൂപത്തെ ആത്മാവിൽ കാണാൻ കഴിയുള്ളൂ. അടിയുറച്ച അറിവിൽ കൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അറിവ് സത്യം തന്നെയാണ്. സത്യം അറിവാണ്, അറിവ് സത്യമാണ്. അറിവ് ദൈവമാണ്, ദൈവം സത്യമാണ്. ബോധം ദൈവമാണ്, ദൈവം അറിവാണ്, അറിവ് സത്യമാണ്. എങ്കിൽ മനസ്സാ വാചാ കർമ്മണ നീ ഈ അറിവിൽ കൂടി, ഈ സത്യത്തിൽ കൂടി ജീവിച്ചാൽ അല്ലാതെ നിനക്ക് എങ്ങനെ അനുഭവം ഉണ്ടാകും? ഒരു വിധത്തിലും ഉണ്ടാകുകയില്ല. അനുഭവ ഭാഗ്യം ഉണ്ടാവുകയില്ല, അനുഭവ സുഖം ഉണ്ടാകുകയില്ല. അകതാരിൽ ഗുരുരൂപം തെളിഞ്ഞു നിന്നുകൊണ്ട് പ്രകാശിച്ച് തുള്ളിക്കളിക്കുമ്പോഴാണ് നിന്നിൽ ആനന്ദം ഉണ്ടാകുന്നതും. അപ്പോൾ ആ അകതാരിൽ തന്നെ അധിവാസം ഉണ്ടാകണമെങ്കിൽ നീ സത്യത്തിൽ കൂടി നിന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നിലനിർത്തിയെങ്കിലേ സാധ്യമാണ്. അപ്രകാരം ഒരു സത്യജീവിതം ചെയ്യാൻ നിനക്ക് മനസ്സാ വാചാ കർമ്മണ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ അനുഭവം ഉണ്ടാകും? പിന്നെ എങ്ങനെ ഗുരുവിനെ കാണാൻ പറ്റും? 3 ദിവസം ഞാൻ വ്രതമെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. സമ്പൂർണത എന്ന് പറയുന്നത് അടിയുറച്ച സത്യജീവിതമാണ്. അവിടെയാണ് സമ്പൂർണത. അതല്ലാതെ സമ്പൂർണതയ്ക്ക് ഒരു മാർഗവുമില്ല. എന്തെങ്കിലും ഗുണങ്ങൾ ലോകവശാൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങൾ നിങ്ങൾക്കും അനുഭവിക്കാം. ഒരാളിന് അത്യാവശ്യത്തിന് 10 രൂപ കൊടുത്ത് സഹായിച്ചാൽ മറ്റൊരു വഴിക്ക് നിങ്ങൾക്ക് 100 രൂപ തിരിച്ചു തരും, യാതൊരു സംശയവും വേണ്ട. പണ്ടുള്ള ഒരു പഴമൊഴി പറയും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതെ, അത് ലോക നിയമമാണ്. ഒരാളിനെ സഹായിച്ചാൽ മറ്റൊരു വഴിക്ക് നിനക്ക് ആ സഹായം തിരിച്ചെത്തും. നീ ആശിക്കുമ്പോഴായിരിക്കില്ല, നീ ആവശ്യപ്പെടുമ്പോഴായിരിക്കില്ല, പക്ഷെ നിനക്ക് തിരിച്ചു കിട്ടും, അതുറപ്പാണ്. നീ പോലും ചിന്തിക്കാത്ത സമയത്ത് നിനക്ക് തിരിച്ചു കിട്ടും. നീ പറയുന്നത് പോലെ മുഴുവൻ കാര്യങ്ങളും ദൈവം അനുസരിക്കണമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അതാണ് മനുഷ്യരുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം. ഞാൻ പറയുന്നത് പോലെ നടക്കണം എങ്കിലേ ദൈവമുള്ളൂ. നീ പറയുന്നത് പോലെ നടക്കും. നിന്നിൽ ദൈവമുണ്ടോ? നിന്നിൽ ദൈവം അധിവാസം ചെയ്യുന്നുണ്ടോ? നിന്നിൽ ദൈവത്തെ കാണുന്നുണ്ടോ? ദൈവ ഗുണങ്ങൾ നിന്നിലൂടെ പ്രകടമാകുന്നുണ്ടോ? എങ്കിൽ നീ പറയുന്നതും ചിന്തിക്കുന്നതും ആശിക്കുന്നതും എല്ലാം നടക്കും. ആ അവസ്ഥയിലേക്ക് ഉയരണമെങ്കിൽ ഈ സത്യം കൊണ്ടല്ലാതെ ഒരു മാർഗവും ലോകത്തിൽ വേറെയില്ല. നമ്മൾ അണുവിട തെറ്റാതെ സത്യം പാലിക്കണം. ഒരു ചെറിയ വിടവ് വന്നാൽ അവിടെ അത്രയും മായ കയറും. ചെറിയ വിടവ് വന്നാൽ അത്രയും മായ കയറും, യാതൊരു സംശയവും. നമ്മൾ ഇരുമ്പ് സാധനങ്ങളിൽ പെയിന്റ് അടിച്ച് സൂക്ഷിക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഏറ്റവും ലളിതമായ ഉദാഹരണം ഞാൻ പറയുന്നത്. ഇരുമ്പ് സാധനങ്ങൾ നമ്മൾ പെയിന്റ് അടിച്ച് സൂക്ഷിക്കും. അടിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരിടത്ത് ശാലം പെയിന്റ് പറ്റിയില്ല എന്നിരിക്കട്ടെ, എങ്ങനെയിരിക്കും? അവിടെ മുതൽ തുരുപ്പെടുക്കാൻ തുടങ്ങും, അതിൽ കൂടി തുരുപ്പെടുക്കാൻ തുടങ്ങും. അതുമല്ലെങ്കിൽ അടിച്ചു വെച്ചിരുന്നതാണ്, ശകലം എന്തെങ്കിലും കൊണ്ടങ്ങ് ഇളകിപ്പോയി എന്നിരിക്കട്ടെ, അതിലേക്കൂടെ തുരുപ്പ് കയറാൻ തുടങ്ങും. അതിന് സുരക്ഷിത കവചമാണ്, ഇരുമ്പിനെ തുരുപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന സുരക്ഷിതമായ കവചമാണ് പെയിന്റിങ്. അത് ഇളകിപ്പോയാൽ, എന്തെങ്കിലും കാരണവശാൽ ഇളകിപ്പോവുകയോ അല്ലെങ്കിൽ ചില ഭാഗത്ത് പറ്റാതിരിക്കുകയോ ചെയ്താൽ, അടിച്ചു വരുമ്പോൾ ചിലടത്ത് പറ്റാതിരുന്നാലും മതി, അവിടെ വെച്ച് തുരുപ്പെടുക്കാൻ തുടങ്ങും. ഇതുപോലെ ഈ സത്യമാകുന്ന നിയമജീവിതത്തിലൂടെ നീ മുൻപോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീ വിടവിട്ടു കൊടുത്താൽ അവിടെ കൂടെ മായ കയറും, യാതൊരു സംശയവുമില്ല. അടുത്തൊന്നും ആർക്കും മനസ്സിലാവുകയുമില്ല, സ്വന്തമായിട്ട് ഇത് ഉടനെ മനസ്സിലാവുകയില്ല. എന്നിൽ മായ കയറി എന്ന് സ്വന്തമായി പെട്ടെന്ന് ആർക്കും മനസ്സിലാവുകയില്ല.
വളരെ ചിന്തയുള്ളവർക്ക്, അറിവുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ഞാനിപ്പോൾ ചിന്തിച്ചത് മായാചിന്തയാണ്, അതിനെ എനിക്ക് ഒഴിവാക്കണം. ഞാനിപ്പോൾ ചെയ്തത് മായാ പ്രവൃത്തിയാണ്, അതിനെ ഒഴിവാക്കണം എന്ന് അറിവുള്ളവർക്ക് മാത്രമേ ചിന്തിച്ചറിയാൻ പറ്റുകയുള്ളൂ. ആ അറിവ് നിന്നിൽ നിലനിൽക്കണമെങ്കിലും ഈ സത്യം പാലിച്ചേ മതിയാവും. അണുവിട തെറ്റാത്ത സത്യജീവിതം, അണുവിട തെറ്റാത്ത സത്യജീവിതം. എള്ളടയല്ല, അണുവിട, അണുവിട തെറ്റാത്ത സത്യജീവിതം. ഇത് ഭഗവാൻ ആദ്യ ശരീരത്തിൽ തന്നെ ഇരുന്ന് പറഞ്ഞ ശബ്ദമാണ്, അണുവിട തെറ്റാത്ത. ആ സത്യജീവിതത്തിൽ കൂടി മാത്രമേ നമുക്ക് ഈ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിന്റെ അധിവാസത്തെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അനുഭവപ്പെട്ടാൽ ഈ ലോകത്തിൽ നമുക്ക് മറ്റൊന്നും വലിയ പ്രാധാന്യമുള്ളതായിട്ടോ മഹിമയുള്ളതായിട്ടോ ശ്രേഷ്ഠതയുള്ളതായിട്ടോ ഒന്നും തോന്നുകയില്ല. കാരണം എന്താണ്? സാക്ഷാലുള്ള സുഖം കണ്ടിടുമ്പോൾ ലോകസുഖത്തെ വെറുത്തു പോകും. സാക്ഷാലുള്ള സുഖം കണ്ടിടുമ്പോൾ അതാണ് സാക്ഷാലുള്ള സുഖത്തിന്റെ പ്രത്യേകത. അത് ആത്മാവിന്റെ തനിരൂപമാണ്. ആ തനിരൂപം മറവായിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളതിനെ ആശ്രയിക്കുന്നതും മറ്റുള്ളതിനെ ഇഷ്ടപ്പെടുന്നതും. ആത്മാവിനെ സത്യവഴിയിൽ കൂടി ജീവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനോട് കൗതുകം ഉണ്ടാകുന്നില്ല, മറ്റൊന്നിനോട് ഒരു താല്പര്യം ഉണ്ടാവുകയില്ല. നമ്മൾ ലോകത്തിൽ ഒരാളിനെ പോലെ ജീവിക്കുമെന്നുള്ളതല്ലാതെ ഒന്നിനോട് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും തോന്നുകയില്ല. ഗുണമുള്ള ഒരു കാര്യം നടക്കട്ടെ, സന്തോഷം. പോരായ്മ പറഞ്ഞാൽ അതും സന്തോഷം. എല്ലാം ഒന്നുപോലെ. അങ്ങനെ എല്ലാം ഒന്നായി കാണാൻ ഉള്ള കാഴ്ച ലഭിക്കണമെങ്കിലും ഈ ആത്മഗുണമുണ്ടാകണം, ആത്മജ്ഞാനം ഉണ്ടാകണം, ആത്മപ്രകാശം ഉണ്ടാകണം, ആത്മപ്രകാശ കാഴ്ചയുണ്ടാകണം. അങ്ങനെ അനുഭവത്തിൽ എത്തുവാൻ, അനുഭവ ഭാഗ്യത്തിൽ വളരുവാൻ ഓരോരുത്തരും ഓരോ നിമിഷവും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ഗുരുവിനോട് ചേർന്ന് ലയിച്ച് രമിച്ച് സുഖിച്ച് ജീവിക്കാൻ പരിശീലിക്കുക. ഈശ്വരൻ ഏവരെയും അനുഗ്രഹിക്കുവാനാണ്. അറിവിന്റെ പ്രാപ്തിയിൽ വളർന്നു വരുന്നു നമ്മൾ. ആ ഗുരുവിന്റെ ശിഷ്യനാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഈ അറിവിന്റെ പ്രാപ്തിയിലാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഗുരുനാഥൻ ഓതിഭവിപ്പിക്കുന്ന അറിവുകൾ ഹൃദയത്തിൽ സ്വീകരിച്ച് അണുവിട തെറ്റാതെ ജീവിക്കുമ്പോൾ ആത്മാവിൽ അറിവ് ഉണരുന്നു, സ്വാഭാവികമായി പ്രാപ്തിയിലേക്ക് വളരുന്നു. അങ്ങനെയാണ് അറിവിന്റെ പ്രാപ്തിയിൽ വളർന്നു വരുന്നത്. അപ്പോൾ പിന്നെ അറിവുകേട് വരാതെ സൂക്ഷിക്കുകയും വേണം. ഒരു വിധത്തിലുള്ള അറിവുകേടുകൾ അറിവുള്ളവരിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. ഒരു കാരണവശാലും അറിവ് ലഭിക്കാത്ത ഒരാൾ
എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിന് ക്ഷമയുണ്ട്. പക്ഷേ അറിവിൽ പ്രാപ്തനായ ഒരാൾ തെറ്റ് ചെയ്താൽ അതിന് കടുത്ത ശിക്ഷയായിരിക്കും ലഭിക്കുന്നത്. അത് ലോകത്തിന് തന്നെ വളരെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. അവനവന് തന്നെ ദോഷമായി ഭവിക്കും. അതുകൊണ്ടാണ് അറിവുകേട് ഒന്നുകൊണ്ടും വന്നിടാതെ കരുതണം. അപ്പോൾ അറിവിന്റെ പ്രാപ്തിയിൽ ഗുരുനാഥൻ വളർത്തിക്കൊണ്ടുവരുന്ന അരിമ ശിഷ്യ സന്താനങ്ങളെ ഒരു നിമിഷം പോലും ഗുരുവിനെ വിട്ട് ചിന്തിക്കരുതേ, ഈ അറിവിനെ വിട്ട് ചിന്തിക്കരുതേ. എപ്പോഴും അകതാരിൽ അറിവേ എന്റെ ഗുരുവേ, എന്റെ അകമേ വാഴും സുഖമേ. അധിപതി അല്ലെങ്കിൽ അവകാശി ഗുരു മാത്രമാണ്. അവർണ്ണനീയമായ പരമസുഖത്തിന്റെ പരമഗുരുവാണ്. ആ പരമഗുരുവിനെ എപ്പോഴും ഹൃദയത്തിൽ കരുതി ജീവിക്കുന്നവർക്ക് സുഖം മാത്രമായിരിക്കും അനുഭവം. സുഖം എന്ന് പറയുന്നത് ഗുരുവിന്റെ രൂപത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. നല്ല സൽഗുണങ്ങളിലൂടെ ലഭിക്കുന്നതാണ്. നല്ല കാരുണ്യത്തിലൂടെ ലഭിക്കുന്നതാണ്. ആ സുഖത്തെ നിലനിർത്തി ജീവിക്കുവാനാണ് ഈ അറിവ് ദാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ നമ്മൾ അനേക വിധത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടല്ലോ. നമ്മളൊരു കെട്ടിടം പണിയാൻ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ല അടിസ്ഥാനമായിരിക്കും ആദ്യം നമ്മൾ നിർമ്മിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ശിലകളെ കൊണ്ടുവരും. ഇപ്പോൾ പുതിയ രീതി അനുസരിച്ച് നല്ല വിധത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ബേസ്മെന്റ് ഉണ്ടാക്കും. ബേസ്മെന്റ് ഉണ്ടാകും. അത് മുകളിലോട്ട് എത്ര നില പണിയണമോ അതിനനുസരിച്ച് അതിന്റെ അടിസ്ഥാനം ഉറപ്പിക്കും. എന്നിട്ടാണ് മുകളിലേക്ക് ഓരോന്നോരോന്നായി പണിതുയർത്തുന്നത്. ഈ ഓരോ വിധത്തിലുള്ള പണികൾ നടക്കുമ്പോഴും അതാതിന്റെ അറിവ് ഉപയോഗിച്ച് ആ തക്കയോഗ്യമായ വിധത്തിൽ ഓരോ സാധന സാമഗ്രികൾ ഉൾക്കൊള്ളിച്ച് അത് പണിത് കൊണ്ടുവന്നെങ്കിലേ കൂടുതൽ കാലം നിൽക്കുന്ന ഉറപ്പുള്ള മനോഹരമായ നമുക്ക് ഉപയോഗിക്കാൻ തക്ക യോഗ്യതയുള്ള ഒരു ഭവനം അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിയും. ഇതുപോലെ ആത്മാവിന് സുഖം നിലനിർത്തി ജീവിക്കണമെങ്കിൽ അടിസ്ഥാനമായ
അടിസ്ഥാനമായി ആവശ്യം ഒരു പരമഗുരുവിന്റെ ദർശനവും അനുഗ്രഹവുമാണ്. ഏറ്റവും അടിസ്ഥാനം അത് മാത്രമാണ്. ആ ഗുരുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടായാൽ അവനിൽ അറിവ് ഭവിപ്പിക്കും. അറിവ് ഭവിച്ചെങ്കിലേ മുകളിലേക്ക് അവന് അറിവിൽ കൂടി വളർന്ന് ഉയരാൻ പറ്റുകയുള്ളൂ. ഈ ലോക ജീവിത കർമ്മങ്ങളിലൂടെ പടിപടിയായുള്ള ഉയർച്ച ആത്മാവിൽ സംഭവിക്കണമെങ്കിൽ ആത്മനാഥനാകുന്ന പരമഗുരുവിന്റെ കാരുണ്യവും അനുഗ്രഹവും വേണം. ആ കാരുണ്യം ലഭിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനമായി ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആ അറിവിൽ കൂടി ജീവിക്കുമ്പോൾ ആത്മാവ് ഉയർന്നുയർന്ന് വരുന്നു. ശരീരം അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും സുഖത്തിൽ തന്നെ ജീവിക്കാൻ ഇടയാകുന്നു. അപ്പോൾ അങ്ങനെ നിത്യസുഖത്തെ ദാനം ചെയ്യുവാനാണ് നിത്യാനന്ദ സ്വരൂപൻ അവതാരമായത്. ആ നിത്യസുഖത്തെ ദാനം ചെയ്യുവാൻ നിത്യാനന്ദൻ വന്നല്ലോ. ലഭിച്ചിട്ടുള്ള പല ആത്മാക്കളും എങ്ങനെയാണ് ഈ അന്ധകാരത്തിൽ പോകുന്നത്? സുഖമില്ലാതായി പോകുന്നത്? എന്തുകൊണ്ടാണ് അവർ ദുഃഖിതരായി കഴിയുന്നത്? ആദർശത്തിൽ നിന്ന് വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന വഴി അനുസരിച്ച് നീ ജീവിച്ചോ? ആ അറിവിൽ കൂടിയുള്ള ജീവിതം നീ മനസ്സാ വാച കർമ്മണ നിർവഹിച്ചോ? ഇല്ല. അത് നിർവഹിക്കാത്തത് കൊണ്ടാണ് ഈ അടിസ്ഥാനം മാത്രമായി അവശേഷിച്ചത്. ഗുരുവിന്റെ കാരുണ്യം നിന്നിലുണ്ട്, ആ അനുഗ്രഹമുണ്ട്, അറിവുണ്ട്. നിന്റെ ആത്മാവിനെ ആത്മനാഥൻ അറിവിനെ ഭവിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നിനക്ക് ചിന്ത മുഴുവൻ മായയിലേക്കാണ്. നീ പറയുന്നതെല്ലാം മായാ വിചാരങ്ങളും അതിന്റെ വികല്പങ്ങളുമാണ്. നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വളരെ മ്ലേച്ഛമായ കർമ്മങ്ങളാണ്. നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധിയെ തിരിച്ചെത്തിക്കുന്ന ഒന്നും നീ ചിന്തിക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് പരമപരിശുദ്ധനാകുന്ന ഗുരു നിന്നിൽ എഴുന്നള്ളി ആനന്ദിക്കുന്നത്? അങ്ങനെ ആനന്ദിക്കാൻ ഇടമില്ല. ഹൃദയം ഒരുക്കണം. ഭക്തന്മാരായവർ ഹൃദയം ഒരുക്കി ഗുരുവിനെ അതിൽ അധിവസിപ്പിക്കണം. തൊടിലും തുരുപ്പിലും നാരിലും നരമ്പിലും എല്ലായിടത്തും ഗുരുവുണ്ട്. അതാതിന്റെ വ്യവസ്ഥ അനുസരിച്ച് അതാതിൽ സ്ഥിതി ചെയ്യുന്നുവെന്നേ ഉള്ളൂ. അത് തന്റെ തേജസ്സാണ് കാണുന്നതെല്ലാം. അത് നിന്നിൽ ആനന്ദമായി ഭവിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നീ ചെയ്യണം. അങ്ങനെ ഗുരുവിന്റെ അധിവാസം ആത്മാവിൽ കാണുവാൻ പരിശുദ്ധരാകണം. ആത്മലോകം പരമാനന്ദരൂപനാകുന്ന ജഗദീശ്വരന്റെ അധിവാസം കാണണമെങ്കിൽ പരിശുദ്ധരാകണം. അങ്ങനെ പരിശുദ്ധരായി ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ആദർശത്തിൽ ഉറച്ചു ജീവിക്കാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ നിന്നിൽ നിന്ന് ദുഃഖം മാറിപ്പോവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നീ ആത്മാവിൽ ഉയരുകയുള്ളൂ.
ദുഃഖം ഒഴിവാകുകയുള്ളൂ. കാരണം അറിവാണ് ഈ വിധവര ലോകത്തിൽ ഏറ്റവും വലിയ പ്രകാശം. അതിന് പ്രകാശം അതിനേക്കാൾ വലിയൊരു പ്രകാശം പ്രപഞ്ചത്തിലില്ല, വിധവര ലോകങ്ങളിലില്ല. ആ പ്രകാശം ആത്മാവിൽ ഭവിച്ചാൽ അത് ഉൾക്കാഴ്ച തെളിയിക്കുന്നതാണ്. ആ തെളിവിൽ കൂടി സർവ്വതും കണ്ടറിയാം. അപ്പോൾ അന്ധകാരം അടുക്കുകയില്ല, ദുഃഖം അടുക്കുകയില്ല, അജ്ഞാനം അടുക്കുകയില്ല. ലോകത്തിൽ മായയെ കൊണ്ട് നിർമ്മിച്ച് നിലനിർത്തിയിരിക്കുന്നതിനെ എല്ലാം അതാതിന്റെ വഴിയനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ ഉള്ള ഉൾക്കാഴ്ച ആത്മാവിൽ തെളിയുന്നു. അപ്പോൾ പിന്നെ ഭേദബുദ്ധിയില്ല, ദുഃഖം ലേശം പോലും യേശുന്നില്ല. അപ്പോൾ ദുഃഖമില്ലാത്ത ജീവിതം ചെയ്യുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷമായുള്ള ജീവിതം ചെയ്യുമ്പോൾ സന്താപം ലേശം എനിക്കില്ലല്ലോ. സന്തോഷമായുള്ള ജീവിതം ചെയ്യുമ്പോൾ സന്താപം ലേശം എനിക്കില്ലല്ലോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 4 മാസം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത്. ലോകം മുഴുവൻ ദുഃഖിക്കുകയാണ്. നമ്മുടെ സന്താനങ്ങളിൽ പലരും ദുഃഖിതരായി കഴിയുന്നു. രോഗം ബാധിച്ച് കഴിയുന്നവരുടെ ഇടയിൽ രോഗമില്ലാതെ കഴിയുന്നവർക്കും ദുഃഖമാണ്. കാരണം എപ്പോഴാണ് അവർക്ക് രോഗം ഉണ്ടാകുന്നതെന്നുള്ള ഭീതിയാണ്. ഉണ്ടായവർക്ക് അത് ഒഴിവാകാനുള്ള ആശ്രയം, ഇല്ലാതെ ഇരിക്കുന്നവർക്ക് എപ്പോഴെങ്കിലും വരുമോ എന്ന ഭീതി, രോഗം ബാധിച്ച് മരിച്ചുപോയവരുടെ ബന്ധുക്കൾക്ക് അതിന്റെ ദുഃഖം, മരിച്ചുപോയവരുടെ ബന്ധുക്കൾക്ക് അതിന്റെ ദുഃഖം. അപ്രകാരം പലവിധത്തിൽ ലോകം ദുഃഖത്തിൽ കഴിയുമ്പോൾ അറിവിന്റെ പരിപൂർണ്ണ രൂപനാകുന്ന ഗുരുവിന്റെ സമീപത്ത് ആ ആശ്രയത്തിലും വിശ്വാസത്തിലും കഴിയുന്നവർക്ക് ദുഃഖം യേശുന്നില്ല. അറിയാം, എല്ലാവർക്കും അറിയാം, ലോകം ദുഃഖത്തിലാണ്, നമുക്കും ദുഃഖമുണ്ട്. പക്ഷേ അറിവിന്റെ തികവായ ഗുരുവിന്റെ ചിന്ത ഈ ദുഃഖത്തെ മറപ്പിക്കുന്നു. ആ ചിന്ത ദുഃഖത്തെ മറപ്പിക്കുന്നു. കാരണം എന്താണ്? ഗുരു സുഖത്തിന്റെ പൂർണ്ണരൂപമാണ്. ഗുരുവിനെ പറ്റി ചിന്തിച്ചാൽ സുഖമല്ലാതെ മറ്റൊന്നുമില്ല. പല ആളുകളും വിദേശത്ത് കഴിയുന്നവർ എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഭവനത്തിലെ കാര്യവും മറ്റ് ബന്ധുക്കളുടെ കാര്യവും ആലോചിക്കുമ്പോൾ എപ്പോഴും ദുഃഖം മാത്രമേ ഉള്ളൂ. പക്ഷേ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സുഖം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു ഭക്തൻ ഒരിക്കൽ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, അമ്മ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ വീട്ടിലെ കാര്യങ്ങളും വിദൂരത്ത് താമസിക്കുന്ന എന്റെ കാര്യമൊക്കെ ആലോചിച്ച് എപ്പോഴും അമ്മയ്ക്ക് വിഷമം മാത്രമാണ്. അമ്മ വിഷമിക്കാൻ തുടങ്ങുമ്പോ ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മ ആശ്രമത്തിൽ പോയായിരുന്നു? ഭഗവാനെ കണ്ടോ? എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ? ആരാധനയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോ പിന്നെ അമ്മയ്ക്ക് ദുഃഖമില്ല. അമ്മയ്ക്ക്
പിന്നെ ഫോൺ വെക്കാൻ തന്നെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് പിന്നെ ഫോൺ വെക്കുന്നത് ഇഷ്ടമല്ല. ആദ്യം പറഞ്ഞ ദുഃഖാവസ്ഥകളൊക്കെ മാറി. അങ്ങനെ സുഖസ്വരൂപനോട് അടുത്തു ജീവിച്ച പരമാനന്ദമേ ആത്മാവിൽ.
പരമാനന്ദവും പരമസുഖവും ദാനം ചെയ്യും. അപ്പോൾ പടിപടിയായി നമ്മൾ ഉയർന്നു വന്നാലേ ആ പടിയിൽ എത്തുകയുള്ളൂ. കെട്ടിടം പണിയുന്ന ഉദാഹരണം പറഞ്ഞ അതിനാണ്. വില കുറഞ്ഞ അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു സാധനം ഉപയോഗിച്ച് അടിസ്ഥാനം നിർമ്മിച്ചിട്ട് മുകളിലേക്ക് വലിയ കെട്ടിടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. സ്ഥായിയായി നിലനിൽക്കുകയില്ല. അറിവിന്റെ പരിപൂർണനാകുന്ന ഗുരുവിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും ഉയർത്തിപ്പണിയാം. ആ ഉയർച്ച ഈശ്വര സമാനമായി ഉയരുകയാണ്. ആ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്തിൽ ജീവിതം ചെയ്തുകൊണ്ട് ഈശ്വര തുല്യമാക്കിയ ഒരു ആത്മാവിനെ ഉയർത്തുവാനുള്ള സർവജ്ഞാനമാണ് ആ പരമഗുരു ശുഭാനന്ദനാമത്തിൽ അവതാരം ചെയ്ത് പരിചോടെ ദാനം ചെയ്യുന്നത്. പരിചോടെ ദാനം ചെയ്യുന്നത് ആ പരന്മാരിലേക്ക് പരമാനന്ദ മാർഗത്തെ പരിചോടെ ദാനം ചെയ്യുകയാണ്. ആ പരമഗുരു പരമകാരുണ്യവാനായി ആ ലോകത്തിൽ അവതാരം ചെയ്ത് ശുഭമായ ആനന്ദത്തെ ആത്മലോകത്തിൽ പ്രത്യക്ഷീഭവിപ്പിക്കുവാൻ ശുഭമായ ആനന്ദത്തെ ആത്മലോകത്തിൽ പ്രത്യക്ഷവാനായി നിന്നുകൊണ്ട് ഈ സത്യത്തെ ഈ സർവജ്ഞാനത്തെ ഈ പരലോകജ്ഞാനത്തെ ഈ പരമാർത്ഥത്തെ തെളിയിച്ചറിയിക്കുന്നു. ഓ അറിഞ്ഞറിഞ്ഞാരാധിച്ചു ജീവിച്ചിടുക ആരോഗ്യനെ അവതാരം കണ്ടറിയുക. ആരാധ്യനാകുന്ന ഈശ്വരൻ, ആഗമക്കാതലാകുന്ന ജഗദീശ്വരൻ, ആരിലും വാഴുന്ന ജഗദീശ്വരൻ, ആരും വാഴ്ത്തുന്ന ജഗദീശ്വരൻ, കോടാനുകോടി നാമങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന ജഗദീശ്വരൻ, കോടാകോടി ദൂതന്മാരാൽ ആരാധ്യനായി വാഴുന്ന ജഗദീശ്വരൻ, സർവപ്രപഞ്ച പ്രകൃതികളുടെയും സർവാധികാരി, കോടാനുകോടി സൂര്യൻ ഒത്തു പ്രകാശിച്ചാലും അതിനേക്കാൾ വെല്ലുന്ന ശോഭയോട് കൂടിയവൻ, ആ പ്രകാശമുള്ളവൻ, ജ്ഞാനപ്രകാശരൂപൻ, സർവജ്ഞാനമൂർത്തി. ഓ വിവിധ കലകളായി, വിവിധ വർണ്ണങ്ങളായി, വിവിധ അനുഭവമായി ഈ പ്രപഞ്ചത്തിൽ ഇതാ തിളങ്ങി വിളങ്ങി പ്രകാശിച്ചു വാഴുകയാണ്. അതിനെ കണ്ടറിയുവാനുള്ള കാഴ്ച മനുഷ്യജന്മങ്ങൾക്കില്ല. അതിൽ നിന്ന് അറിവ് ഗ്രഹിക്കാനുള്ള ശേഷിയില്ല. അതിൽ നിന്ന് സത്യത്തെ അടുത്തറിയുവാനുള്ള പ്രാപ്തിയില്ല. ധർമ്മത്തെ പുലർത്തുവാനുള്ള ശേഷിയില്ല. അതിനു വേണ്ടി ഇതിന്റെ എല്ലാ ഉടമസ്ഥൻ സർവാധികാരിയായ ജഗദീശ്വരൻ ഓ കരുണയോടുകൂടി സൃഷ്ടിയിൽ പൂർണ്ണനാം മർത്യന്റെ വേഷത്തിൽ ഇക്ഷിതിയിൽ വന്നു അവതാരമായി. സൃഷ്ടിയിൽ പൂർണ്ണനാം മർത്യന്റെ വേഷത്തിൽ ഇക്ഷിതിയിൽ വന്നു അവതാരമായി.
സന്യാസിമാരെയും മാത്രം ഇരുത്തി അന്തേവാസികളെയും സന്യാസിമാരെയും മാത്രം ഇരുത്തി ഒരു മുടക്കവും കൂടാതെ ഈ ആരാധന നടത്തുന്നത് ഒരു മുടക്കവും കൂടാതെ ഈ ആരാധന നടത്തുന്നു. ആനന്ദരൂപനാകുന്ന ഈശ്വരൻ പ്രത്യക്ഷമായി വന്ന് ആനന്ദരൂപനാകുന്ന ജഗദീശ്വരൻ പ്രത്യക്ഷമായി വന്ന ലോകത്തിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദാനം ചെയ്ത നിയമമായതുകൊണ്ടാണ്. ലോകത്തിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദാനം ചെയ്ത നിയമമായതുകൊണ്ട്, അല്ലാതെ ആരുടെയും മുൻപിൽ ആളാകാനല്ല. അല്ലാതെ ആരുടെയും മുമ്പിൽ ആളാകാൻ ഈശ്വരന് പ്രത്യേകിച്ച് ആരുടെയും മുൻപിൽ ആളാകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ആളാകേണ്ട ആവശ്യമില്ല. സുധാനന്ദ രൂപത്തിന് ആരുടെയും മുൻപിൽ ആളാകേണ്ട ആവശ്യമില്ല. ആനന്ദരൂപത്തിന് ആരുടെയും മുമ്പിൽ ആളാകേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും ഉൽപ്പത്തി രൂപനാകുന്ന ഈശ്വരനാണ് സുധാനന്ദ നാമത്തിൽ വന്നത്. എല്ലാവരുടെയും ഉൽപ്പത്തി രൂപനാകുന്ന ഈശ്വരനാണ് സുധാനന്ദരൂപൻ. അതുകൊണ്ട് തന്നെയാണ് തന്റെ ഉൽപ്പത്തി ജ്ഞാനവും ഉത്ഭവ കാരണ വ്യവസ്ഥകളും അതുകൊണ്ട് തന്നെയാണ് തന്റെ ഉത്ഭവജ്ഞാനവും ഉൽപ്പത്തി രഹസ്യവും ഉൽപ്പത്തി ജ്ഞാനവും ഉൽപ്പത്തിജ്ഞാനവും ഉത്ഭവ കാരണ രഹസ്യവും ഉത്ഭവകാരണ രഹസ്യവും തലമുറയില്ലാതെ താൻ തെളിയിച്ചു തന്നു. തലമുറയില്ലാതെ തെളിയിക്കുന്നു. അത് അറിഞ്ഞെങ്കിലും ആത്മലോകം ആരാധിക്കട്ടെ. അതറിഞ്ഞെങ്കിലും ആത്മലോകം ആരാധന. അത് അറിഞ്ഞെങ്കിലും ആത്മലോകം ഈ ആദർശത്തിലേക്ക് വന്നു ചേരട്ടെ. അതറിഞ്ഞെങ്കിലും ആത്മലോകം ഈ ആദർശത്തിലേക്ക് എത്തിച്ചേരും. ഇപ്രകാരം ഉത്ഭവ ജ്ഞാനം തെളിയിക്കുവാൻ മറ്റാർക്കും കഴിവില്ല. സത്യം. ഇപ്രകാരം ഉത്ഭവജ്ഞാനം തെളിയിക്കുവാൻ മറ്റാർക്കും കഴിവില്ല. ആത്മാവിന്റെയും പ്രകൃതിയുടെയും ഈ മനുഷ്യ ശരീരത്തിന്റെയും ആത്മാവിന്റെയും പ്രകൃതിയുടെയും മനുഷ്യ ശരീരത്തിന്റെയും എത്ര വ്യക്തമായിട്ടാണ് അതിന്റെ വ്യവസ്ഥകളെല്ലാം ലോകത്തിലേക്ക് തെളിയിച്ചു തന്നിരിക്കുന്നത്. എത്ര വ്യക്തമായിട്ടാണ് ഇതിന്റെ രഹസ്യങ്ങളെല്ലാം ലോകത്തിലേക്ക് വെളിപ്പെടുത്തി. ഇതുപോലെ തെളിയിക്കാൻ, ഇതുപോലെ തെളിയിക്കാൻ, ഇതുപോലെ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കാൻ ഇതുപോലെ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കാൻ ഈ ലോകത്തിൽ ഒരാളിനെ കൊണ്ടും സാധ്യമല്ല. ഈ ലോകത്തിലൊരാളെ കൊണ്ട് കാരണം പരലോകത്തിലെ പരമാർത്ഥം പറയാൻ പരമാത്മാവിനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. പരലോകത്തിലെ പരമാർത്ഥം പറയാൻ പരമാത്മാവിനെ അങ്ങനെ പരമാർത്ഥം പറയുവാൻ വന്നവരെ പറയുന്ന പരമാർത്ഥം വഴിപോലറിയണോ. പരമാർത്ഥം ആത്മബോധോദയ സംഘാംഗങ്ങളായി ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എന്റെ അരിമ സന്താനങ്ങളിൽ കൂടി ഈ സത്യം ആത്മലോകം അറിയാൻ ഇടയായി തീരട്ടെ. ജഗദീശ്വരൻ ലോകത്തിൽ പ്രത്യക്ഷമായി വാഴുന്നു എന്നുള്ള സത്യം അവരുടെ ചിന്തയിലും അവരുടെ വാക്കിലും അവരുടെ പ്രവൃത്തിയിലും കൂടി ലോകം അറിയുവാനും ഗുരുവിനെ അന്വേഷിക്കുവാനും അനേകായിരങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാനും ഈ പരിശുദ്ധ ജ്ഞാന നദിയിൽ ഇറങ്ങി കുളിക്കുവാനും ആനന്ദം അനുഭവിക്കുവാനും ആത്മലോകത്തെ അനുവദിക്കുമാറാകട്ടെ. അതിനുവേണ്ടി ഒരുക്കുന്ന ഒരുക്കങ്ങളെല്ലാം ഫലപ്രദമായി വരട്ടെ. അതിനുവേണ്ടി സ്ഥാപനത്തിൽ ഒരുക്കുന്ന ഒരുക്കങ്ങളെല്ലാം ഫലപ്രദമായി വരട്ടെ. അത് ജഗദീശ്വരന്റെ നിശ്ചയവും തീരുമാനവുമാണ്. അപ്രകാരം തീരുമാനം അനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാഗോപുരത്തെ ഉന്നതമായ നിലയിൽ പൂർത്തീകരിച്ച് ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ ആദർശ സ്ഥാപനത്തിന്റെ വിളംബര ഗോപുരമായി നിലകൊള്ളുവാൻ ജഗദീശ്വരന്റെ മഹാകാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. നമുക്ക് ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ നമ്മുടെ ധാരാസ്ഥിതിയുടെ വ്രതം ആരംഭിക്കുകയാണ്. ഇപ്പോഴത്തെ ലോകത്തിന്റെ അവസ്ഥ അനുസരിച്ച് ധാരാസ്ഥിതി നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും തീരുമാനിക്കാവുന്ന സമയമല്ല. എന്നാലും ഈ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ അന്തേവാസികളായ സന്താനങ്ങളും സന്യാസ പരമ്പരകളും ഒത്തുചേർന്ന് ചൊവ്വാഴ്ച മുതൽ വ്രതം ആരംഭിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം നടത്തിയതുപോലെ 3 ദിവസം സ്തുതിയായി നടത്തുവാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രകാരം അതിലേക്ക് താല്പര്യമുള്ള ആർക്കും വ്രതം അനുഷ്ഠിക്കാം. ഇവിടെ ജീവിക്കുന്ന ഈ അന്തേവാസികളായി ജീവിക്കുന്നവരും സന്യാസ പരമ്പരകളും
നിർബന്ധമായി വ്രതം അനുഷ്ഠിക്കണം. എന്നാൽ ഇത് ശ്രമിക്കുന്നവർ ആ താല്പര്യമുള്ളവർക്ക് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഈ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഭവനങ്ങളിൽ അത് കരുതി ജീവിച്ചാൽ ധാരാസ്വതി നടക്കാനുള്ള സന്ദർഭം ഉണ്ടെങ്കിൽ വന്നു ചേരുകയും അതല്ല നടത്താൻ കഴിയുന്നില്ല എങ്കിൽ ഭവനങ്ങളിൽ ആ സ്മരണയോടുകൂടി ഇരുന്നാൽ ഇവിടെ സ്തുതി നടക്കുന്നതിന്റെ ആനന്ദവും അനുഗ്രഹവും ഭഗവാന്റെ കാരുണ്യവും എല്ലാ ഹൃദയങ്ങളിലേക്കും ദാനം ചെയ്യുന്നതായിരിക്കും. ആ ദാനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇപ്രകാരം ഒരുക്കപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾക്കെല്ലാം അത് അനുഭവമാകും. അതിനുവേണ്ടി ഏവരും വ്രതം അനുഷ്ഠിക്കുക. അതുപോലെ 96 ഉത്രാട ജന്മനക്ഷത്ര മഹോത്സവം ഉന്നതമായ നിലയിൽ നടത്തുവാൻ അത്യാർത്തിയോടുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആശ്രയിച്ച് ജീവിക്കുന്ന സർവസന്താനങ്ങളുടെയും സങ്കല്പങ്ങളും പ്രാർത്ഥനകളും ജഗദീശ്വരൻ സ്വീകരിച്ച് ആനന്ദോത്സവമായി ലോകത്തിൽ അനുഭവപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്തിൽ ഈ സത്യത്തെ സ്ഥാപിക്കുവാൻ, ഈ ആദർശ ലോകത്തിൽ പുലർത്തുവാൻ കഠിന ത്യാഗം ചെയ്ത, അക്ഷീണ പരിശ്രമ ജീവിതം ചെയ്ത നമ്മുടെ വന്യതമ്പുരാന്റെ മഹാസമാധി ദിനാചരണം കർക്കിടക 13-ാം തീയതിയാണ്. അതും ഭക്തിസമന്വിതമായ നിലയിൽ ആചരിക്കണം. ഒരു നേരത്തെ നെല്ലരി ആഹാരത്തോടുകൂടി എല്ലാ ആത്മാക്കളും ആത്മബോധോദയ സംഘാംഗങ്ങളെല്ലാം ആ വ്രതം ആചരിക്കണം. ഭക്തിയോടും നന്ദിയോടും ഭഗവത് സ്മരണയോടും കൂടി ആ ദിവസം കഴിഞ്ഞുകൂടണം. വന്നു ചേരാൻ കഴിയുമെങ്കിൽ വന്നു ചേരാം. അല്ലെങ്കിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കീർത്തനങ്ങൾ ആലപിക്കുകയും ഭഗവത് കഥകളെ ചിന്തിക്കുകയും ആ ഭഗവത് ദർശനങ്ങളെ പറ്റി ആലോചിക്കുകയും പരസ്പരം സംസാരിക്കുകയും ആ ചിന്തോദ്ദീപകങ്ങളായ എല്ലാ വിഷയങ്ങളും എടുത്ത് ആലോചിക്കുകയും വിഷയങ്ങളെടുത്ത് ഒക്കെ ചെയ്തുകൊണ്ട് ഭഗവത് സ്മരണയോടുകൂടി ആ ദിനം കഴിഞ്ഞുകൂടുക. എല്ലാ ഹൃദയങ്ങളെയും ദർശിക്കുമാറാകട്ടെ. എല്ലാ ഭവനങ്ങളിലും എഴുന്നള്ളുമാറാകട്ടെ. എല്ലാ ശാഖാ സന്നിധാനങ്ങളെയും കരുതി രക്ഷിക്കുമാറാകട്ടെ. അവിടങ്ങളിലായി കർമ്മം ചെയ്യുന്ന സന്യാസ പരമ്പരകളെയും എന്റെ ഭക്തമിത്രങ്ങളെയും ജഗദീശ്വരന്റെ തൃക്കരങ്ങളിൽ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാം കൊടുത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും എത്തിക്കുമാറാകട്ടെ. ഈ ഏറ്റവും കുഴപ്പം പിടിച്ച ഈ സന്ദർഭത്തിലും ഒരാൾ പോലും ആരാധനയ്ക്ക് ചെല്ലാത്ത സമയത്തും ഈ നിലവിളക്ക് കൊളുത്തി ഛായാചിത്രത്തിലേക്ക് നോക്കി ആശ്രയിച്ച് വിളിച്ചുകൊണ്ട് അതൊന്നും മുടക്കം വരുത്താതെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സന്യാസ പരമ്പരകളെയും കർമ്മികളെയും ജഗദീശ്വരൻ ദർശിച്ച് അനുഗ്രഹിക്കുവാനാകട്ടെ. എത്രയും വേഗം ഈ മഹാവിപത്തിനെ ലോകത്തിൽ നിന്ന് മാറ്റി ആത്മലോകം ഒത്തുചേർന്ന് ആരാധിക്കുവാനും നമുക്ക് തമ്മിൽ തമ്മിൽ കാണുവാനും ഗുരുവിന്റെ കാരുണ്യത്തിൽ കൂടി സംസാരിക്കുവാനും ആ സവിശേഷ ഗുണങ്ങളെ പറ്റി ചിന്തിക്കുവാനും ലോകം തുറന്ന് പ്രകാശിപ്പിക്കുമാറാകട്ടെ. ലോകം തുറന്ന് പ്രവർത്തിപ്പിക്കുമാറാകട്ടെ. സർവശക്തിയുടെ മഹാകാരുണ്യം ഉണ്ടാകട്ടെ. ആ രോഗബാധിതരായി കഴിയുന്ന സർവസന്താനങ്ങളെയും ജഗദീശ്വരന്റെ തൃക്കരങ്ങളാൽ സ്പർശിക്കട്ടെ. ആ തിരുമാറിലേക്ക് ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അവരിൽ നിന്ന് ആ രോഗബാധയെല്ലാം ഒഴിഞ്ഞു പോകട്ടെ. സർവലോകനാഥന്റെ കാരുണ്യം ഉണ്ടാകട്ടെ.
കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം ചെയ്ത ഒരു സാധു